പത്തനാപുരത്തിൽ സന്ദീപ് വാര്യറും ഗണേഷ് കുമാർ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സന്ദീപ് വാര്യറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഗണേഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? സന്ദീപ് വാര്യറിനെ അപമാനിക്കുന്ന രീതിയിലാണ് ഗണേഷ് കുമാർ സംസാരിച്ചിരിക്കുന്നത്. ഈ സന്ദീപ് വാര്യര് എന്തോ വലിയതാണെന്നും പറഞ്ഞാണ് കോൺഗ്രസിലെ ചിലർ കൊണ്ടുവന്ന് അവിടെ പത്തനാപുരത്ത് ഇറക്കിയിരിക്കുന്നത്. പത്തനാപുരത്ത് മത്സരിക്കാനല്ല, അവിടെ മത്സരിക്കാനായിട്ട് കുറേ നാളായിട്ട് കഴിഞ്ഞ തവണ മത്സരിച്ചതും ചാമക്കാലയാണ്, ജ്യോതികുമാർ കോൺഗ്രസിൽ നിന്ന്. അപ്പോൾ ഈ സന്ദീപ് വാര്യർക്ക് വേറെന്തോ ഗ്ലാമർ ഉണ്ടെന്നും പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. എന്ത് ഗ്ലാമറാണ്? അതാണ് അവിടെ ഗണേഷ് ചോദ്യം ചെയ്തിരിക്കുന്നത്. BJPയിൽ നിന്നിട്ട് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. BJPയിലെ ചില കാര്യങ്ങളോട് ചേരുന്നില്ലെന്നുണ്ടെങ്കിൽ പുറത്തു പോകണം, പുറത്തു പോയി വീട്ടിലിരിക്കുക. അല്ലാതെ അധികാരത്തിന് വേണ്ടിയാണ് ഇപ്പുറത്ത് വന്നതെന്നുള്ളത് വളരെ വ്യക്തമായി ഇരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ ചൂലുകൊണ്ട് അടിക്കണമെന്നാണ് പറയുന്നത്. അത് നല്ല രീതിയിൽ തന്നെ ഗണേഷ് അത് പരിഹസിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹം പറയുകയാണ് കോൺഗ്രസിന്റെ അടി തീർന്നിട്ടില്ല സീറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോഴാണ് BJP വേറൊരാൾ ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ടോ നേരെ നമുക്കറിയാം, സന്ദീപ് വാര്യർ വന്നുടനെ പാണക്കാട്ടേക്ക് പോകുന്നു. കാരണം പാണക്കാട് പോയി നന്നായിട്ട് വണങ്ങിക്കഴിഞ്ഞാൽ പാണക്കാട്ടുകാർ തന്നെ പറയും എവിടെ ഇവന് സീറ്റ് കൊടുത്തേക്കണം എന്നുള്ള രീതിയിൽ. അതുമല്ല, മലബാർ മേഖലകളിലൊക്കെ തന്നെ കോൺഗ്രസ്സുകാർ നിന്നാലും അവർ വിചാരിക്കണം ഇയാൾ ജയിക്കണോ വേണ്ടയോ എന്നുള്ളത്. അവിടെയൊക്കെയുള്ള കോൺഗ്രസ്സുകാർ ജയിച്ചിരിക്കുന്നത് ഈ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. അല്ലാതെ കോൺഗ്രസ്സുകാർക്ക് 10 വോട്ടുണ്ടോ അവിടെ? ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ പത്തനാപുരം അങ്ങ് കയ്യിലെടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങ് നടക്കുക. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങും വോട്ടർ പട്ടികയിൽ തെറ്റുണ്ടെന്ന്. പക്ഷേ തെറ്റ് ആദ്യം കണ്ടുപിടിക്കണം, അല്ലേ? തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വോട്ടർ പട്ടികയിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോയി വോട്ടർ പട്ടികയെ കുറിച്ച് പഠിക്കുന്ന പാർട്ടികളാണ് CPM ആയാലും BJP ആയാലും മുസ്ലിം ലീഗ് ആയാലും. അവരുടെ കൃത്യമായ ഈ പഠനവും വോട്ട് പിടുത്തവും കൊണ്ടാണ് കോൺഗ്രസിന് തന്നെ വിജയിക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഈ സന്ദീപ് വാര്യർക്ക് സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കുക എവിടെയെങ്കിലും, അത് അല്ലാതെ വേറെ ഇപ്പോൾ സ്ഥാനങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഇത് BJPയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ്സുകാർ കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കുന്നത്. ഗുരുവായൂർ മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കും എന്നും പറയുന്നുണ്ട്. പക്ഷേ ഗുരുവായൂർ നമ്മുടെ ഒരു അറിവ് വെച്ച് K മുരളീധരനാണ് കൊടുക്കാനെന്നല്ല, മുരളീധരൻ അത് എടുക്കും എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. കാരണം അവിടെ ലീഗിൻ്റെ വോട്ടുണ്ട്. ലീഗ് ഏതായാലും ചതിക്കില്ല. കോൺഗ്രസ്സുകാർ പാലം വലിച്ചാലും ലീഗുകാർ ചതിക്കരുത് എന്ന് മുരളീധരന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ സന്ദീപ് വാര്യര് ഇവിടെ കൊണ്ടുവരികയാണ്. ചമക്കാല എന്താണെന്നറിയാം, ഈ ചില നീക്കങ്ങൾ നടത്തുകയാണ് മണ്ഡലത്തിൽ ഗണേഷിനോട് പൊരുതാൻ വേണ്ടി. എനിക്ക് തോന്നുന്നില്ല ഗണേഷിനോട് പോരടിച്ചാലൊന്നും ചാമക്കാലയ്ക്കൊന്നും വിജയിച്ചു കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗണേഷ് കുമാർ അവിടെ 5 പരാജയപ്പെടുത്താൻ ജഗദീഷ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ജഗദീഷ് അന്ന് 20,000 വോട്ടിന് കോൺഗ്രസിൽ നിന്ന് അന്ന് BJPയുടെ സ്ഥാനാർത്ഥി ഭീമൻ രഘു ആയിരുന്നു. പിന്നെയാണല്ലോ ഭീമൻ രഘു ചുവന്ന കൊടിയുമായിട്ട് നേരെ AK സെന്ററിൽ കയറി ചെല്ലുന്നത്, കൊടിയും പിടിച്ചോണ്ട്. ഇപ്പൊ എവിടാന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അന്ന് 3 ചലച്ചിത്ര ലോകത്ത് നിന്നുള്ള 3 പേരായിരുന്നു. 2016 അന്ന് മത്സരിച്ചത്. ജഗദീഷ് പിന്നെ അതോടുകൂടി മത്സരമൊക്കെ മതിയാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏതെങ്കിലും ആയിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങളിൽ ചിലപ്പോൾ ജഗദീഷ് കയറുമായിരിക്കും. ഇപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഈ ചാമക്കാല അവിടെ ഒന്ന് പരിശ്രമിക്കുകയാണ്. ഈ സന്ദീപ് വാര്യരെ പോലുള്ളവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഈ കുടുംബ യോഗങ്ങളിലും ഒക്കെ പങ്കെടുപ്പിച്ച് കൂടുതൽ ജനപിന്തുണ കിട്ടുമെന്നാണ്. പക്ഷേ ഗണേഷ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ആലോചിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ്. ഇപ്പം ഇത് 5ാമത്തെ തവണയാണ് അവിടെ നിന്ന് ജയിച്ചിരിക്കുന്നത്. ഇപ്പം മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച ഇദ്ദേഹം ഇവിടുന്ന് അങ്ങ് പോകും. മണ്ഡലത്തിലാണ് ശനി ഞായറും പൂർണ്ണമായിട്ടും. MLA ആയിരുന്ന സമയത്ത് നിയമസഭയില്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ പത്തനാപുരം മണ്ഡലത്തിലുണ്ട്. പണ്ട് കൊല്ലം ജില്ലയിലാണ് പത്തനാപുരം. ഇതിനെ കാട്ടുപത്തനാപുരം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ യാതൊരു പുരോഗതിയില്ലാതെ കിടക്കുന്നത്.
പത്തനാപുരക്കാർ കേട്ടാൽ നമ്മളെ തല്ലും, കാട്ടുപത്തനാപുരം എന്നൊക്കെ പറഞ്ഞാൽ. പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശവും കൂടിയാണ്. കുറച്ച് ഭാഗം അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ വനമേഖലയൊക്കെ ആയിട്ട് വരുന്നുണ്ട്, തമിഴ്നാടുമായിട്ട് ചേർന്നത് അച്ചൻകോവിൽ പരിസരവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് അവിടെ എന്ത് വലിയ വികസനം ഉണ്ടായിരിക്കുന്നറിയാം. പിന്നെ ഈ പൂഞ്ഞാറിൽ നമ്മൾ പലതും പറയും PC ജോർജാണ് അവിടെ എല്ലാം കൊണ്ടുവന്നത് എന്നുള്ളത്. അതുപോലെയാണ് ഇത്. പിന്നെ ഗണേഷാണ് അവിടെ ഇതെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പാണ് ഈ കേരള കോൺഗ്രസ്. കൊട്ടാരക്കരയുടെ ഏതാനും ഭാഗം കൂടി ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. കൊട്ടാരക്കര, പത്തനാപുരം ഈ പ്രദേശങ്ങളൊക്കെ നമുക്കറിയാം കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിന് തന്നെയാണ്. അത് ഗണേശന് ഇനി ഇപ്പോൾ ഒരു മുന്നണിയുടെയും സഹായമില്ലെങ്കിൽ പോലും സുഖമായിട്ട് ജയിച്ചു വരാൻ പറ്റും. 2016 PC ജോർജ് പിന്നെ പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചതുപോലെ ഇങ്ങനെ ചില MLA-മാരുണ്ട് കേട്ടോ. പണ്ട് 2016 വരെ റാന്നിയിൽ നിന്ന് രാജു എബ്രഹാം മന്ത്രിയാകുമെന്ന് വരെ കരുതിയതാണ്. 2016 റാന്നിയിൽ നിന്ന് ജയിച്ചു വന്നപ്പോൾ 5ാമത്തെ തവണയായി കൊടുത്തില്ല. കാരണം PS പക്ഷക്കാരനും ഒക്കെ ആയിരുന്നു. റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അന്ന് പിന്നെ രാജു എബ്രഹാമിനെ അറിയപ്പെടുന്നത്. ഇപ്പോൾ രാജു എബ്രഹാം CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ പിന്നെ ഗണേഷ്, പിന്നെയുള്ളത് കോവൂർ കുഞ്ഞുമോൻ ഉണ്ട്. പിന്നെ MP എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹമുണ്ട്, കൊടിക്കുന്നിലുണ്ട്. 8 or 9 തവണയാണ്, 8 തവണ ആയിട്ടുണ്ട് കുറഞ്ഞത്. 8 തവണ എന്ന് പറഞ്ഞാൽ 10-40 വർഷമായിട്ട് മാറിക്കൊടുക്കുകയില്ലെന്നുള്ളതാണ്. എന്നിട്ടും എന്തെങ്കിലും മാറുകയോ മാറ്റുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഉടനെ ഈ ജാതിക്കാട് എടുത്ത് കാണിക്കുക, എന്നിട്ട് അവരെ എല്ലാവരെയും പെരുട്ടുക. ഇത് വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിനകത്തെ കളി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കണം. ഇപ്പം 2.5 വർഷം ഇദ്ദേഹം ആന്റണി രാജു മന്ത്രിയായിട്ടിരുന്നു ട്രാൻസ്പോർട്ട്. അത് കഴിഞ്ഞിട്ടാണ് മന്ത്രിയായത്. മന്ത്രിയായി കഴിഞ്ഞ സമയത്ത് KSRTCക്ക് എന്തെല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. മുമ്പ് അദ്ദേഹം UDF-ൽ ഇരിക്കുന്ന സമയത്തും KSRTC മന്ത്രിയും സിനിമാ മന്ത്രിയും ഒക്കെ ആയിട്ടിരുന്നു. ആ വകുപ്പിനകത്ത് വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ തന്നെ 2021 LDF-ൽ നിൽക്കുമ്പോൾ ആ മന്ത്രി അല്ലാതിരുന്ന സമയത്തൊക്കെ പല കാര്യങ്ങളും ഗണേഷ് കുമാർ അങ്ങോട്ട് പിണറായി വിജയനോട് സഭയിൽ ചോദിക്കുമായിരുന്നു. കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ. ഈ പോലീസ് IPS IAS-കാരുടെയൊക്കെ വീടുകളിൽ നല്ല ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളും ഡോക്ടറേറ്റും ഒക്കെയുള്ള പോലീസുകാരെ കൊണ്ടുവന്ന് അവിടെ ഡ്യൂട്ടിക്കിടുന്നതിനെ പറ്റി പരാതി പറയുമായിരുന്നു. അവരുടെ വീട്ടിൽ പച്ചക്കറിയും പിന്നെ അതുപോലെ പട്ടിയെ വളർത്താനും വിഴുപ്പലക്കാനും ഒക്കെ കൊണ്ട് പോലീസുകാരെ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള സ്റ്റാഫിനെ നിയമിക്കുക, ക്ലീനിങ് സ്റ്റാഫ്, അങ്ങനെ അവരുടെ വീടുകളിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ചിലർക്ക് ജോലിയും കൂടെ കിട്ടുമല്ലോ. ഇത് കൃത്യമായിട്ട് സഭയിൽ പിണറായിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പല്ലേ, പിണറായിക്ക് അതിനകത്ത് കൃത്യമായ മറുപടി ഒന്നും ഇല്ലായിരുന്നുള്ളതാണ്. ഇപ്പോഴും ഈ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയെ കൊണ്ട് കഴിയുമോ അങ്ങനെ വിജയിച്ചു കയറാൻ? അങ്ങനെ അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. എത്ര ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ അത് ഗണേഷ് കുമാറിനെതിരായിട്ട് വരണ്ടേ? ഗണേഷ് കുമാറിന് അതിനെതിരായിട്ട് വരില്ല. ഗണേഷ് കുമാറിന് എനിക്ക് തോന്നുന്നു ഈ കൊല്ലത്ത് നമ്മൾ NK പ്രേമചന്ദ്രൻ്റെ ഓരോ തവണയും ഭൂരിപക്ഷം കൂടിക്കൂടി വരുന്നത് പോലെ ഇവിടെ പിന്നെ ഗണേഷിൻ്റെയും ഭൂരിപക്ഷം കൂടിക്കൂടി വരികയുള്ളൂ എന്നുള്ളതാണ്. കാരണം മണ്ഡലവുമായിട്ട് അത്രത്തോളം ആൾക്കാർക്ക് അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടുത്തെ പക്ക രാഷ്ട്രീയം കളിയിലല്ല താല്പര്യം. ആ നാടിൻ്റെ നന്മ, വികസനം, ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ, ഇതൊക്കെ ഉണ്ടായി മണ്ഡലത്തെ സംരക്ഷിക്കുക. അതിന് ഗണേഷ് കുമാറിനെ കൊണ്ട് സാധിക്കും. അത് ഏത് പക്ഷത്തായാലും ഗണേഷിന് നാളെ UDF-ലേക്ക് വന്നാലും ഗണേഷ് അവിടെ നിന്ന് വിജയിക്കും, മണ്ഡലവും നോക്കും. ഇനി അതല്ല BJP-യിലേക്ക് വന്നാലും ഇത് തന്നെയായിരിക്കും, ഗണേഷ് ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്.